ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഏതൊരു അനുഷ്ഠാനവും സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. ഇവയിൽ പലതും കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിന് ഈ സമൂഹത്തിൽ, അതായത് ആധുനിക സമൂഹത്തിൽ, വർത്തമാനകാല സമൂഹത്തിൽ വലിയ ധർമ്മങ്ങളൊന്നും നിർവഹിക്കാനില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ തെയ്യം പോലുള്ള അനുഷ്ഠാനങ്ങൾ പൂർവാധികം ശക്തിയായി ഇന്നും സമൂഹത്തിൽ കെട്ടിയാടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഇന്നും കാലികമായ പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓരോ തെയ്യത്തിൻ്റെയും അണിയലങ്ങളും അതിൻ്റെ പുരാവൃത്തവും അതിൻ്റെ ചടങ്ങുകളും ഇഴപിരിച്ച് പരിശോധിച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ഭദ്രകാളിയുടെ വസൂരി രോഗം ഇല്ലാതാക്കുന്നതിന്റെ രൂപഭാവങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്ന വളരെ നീണ്ട ഒരു മുടിയുണ്ട്. അതിലപ്പുറം അരയിൽ 16 വലിയ കുത്തുപന്തങ്ങളാണ് ഉള്ളത്. സാധാരണ ഭഗവതി തെയ്യങ്ങൾക്ക് 4 പന്താണ് ഉണ്ടാവുക. അതിന്റെ ചൂടുകൊണ്ട് തന്നെ ആ തെയ്യത്തിന് അതിജീവിക്കാനുള്ള നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ 1 അല്ല 2 അല്ല 16 പന്തങ്ങളാണുള്ളത്. അതാകട്ടെ വളരെ വലിയ പന്തങ്ങളാണ് താനും. ഈ പന്തങ്ങളാകട്ടെ രോഗത്തിന്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പീഠത്തിൽ കയറി ഈ പന്തങ്ങളെല്ലാം കുടഞ്ഞു കളയുന്ന വളരെ പ്രത്യേകമായ ഒരു ചടങ്ങുണ്ട്. ഈ പന്തങ്ങൾ കുടഞ്ഞു കളയുക എന്നർത്ഥം രോഗത്തെ കുടഞ്ഞു കളയുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങളിലും ഈ രോഗങ്ങളെല്ലാം ഇല്ലാതായി എന്ന തോന്നലുണ്ടാകുകയും അങ്ങനെ ഒരു ആത്മധൈര്യം കൈവരിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് തെയ്യം ഒരു കുറിയും കൂടി കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാ രോഗത്തിൽ നിന്നും മുക്തമായി എന്നുള്ള ഒരു തോന്നൽ പൊതുജനങ്ങളുടെ മനസ്സിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ തെയ്യക്കോലങ്ങൾ എന്നുള്ളത് പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് സമൂഹത്തിൽ നിറവേറ്റപ്പെടുന്നത്. അതിനെല്ലാം അപ്പുറം ശാസ്ത്രീയമായ ഒരു അടിത്തറ കൂടി ഇത്തരം തെയ്യക്കോലങ്ങൾക്കുണ്ടെന്ന് പറയാം. തെയ്യം ഇവിടെ നടത്തുന്ന യഥാർത്ഥത്തിൽ അഗ്നി താണ്ഡവം തന്നെയാണ്. ഈ 16 പന്തങ്ങൾ അരയിൽ കുത്തിയിട്ട് ഇത് കുടഞ്ഞു കളയുകയും ഇതെടുത്ത് വട്ടം കറങ്ങുകയും ചെയ്യും. അഗ്നിയുടെ ചൂടും അതേപോലെ തന്നെ പന്തത്തിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന തീപ്പൊരികളെല്ലാം ചേർന്ന് ആ പ്രദേശത്തെ മുഴുവനും അണുവിമുക്തമാക്കുക എന്നൊരു പ്രത്യേക ധർമ്മം കൂടി ഇതിലൂടെ നിർവഹിക്കുന്നുണ്ടെന്ന് പറയാം. അന്ധവിശ്വാസങ്ങൾ ഒരു സമൂഹത്തെ അന്ധകാരത്തിലേക്ക് നയിക്കും. എന്നാൽ ആരോഗ്യകരമായ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒരു സമൂഹത്തെ ഉയർച്ചയിലേക്ക് നയിക്കാനും അതോടൊപ്പം ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ലഘൂകരിക്കാനും സഹായകമാകുന്നുണ്ട്. തെയ്യം കാണണം, തെയ്യത്തെ അറിഞ്ഞു കാണണം. തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക. അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത്. ഒരിക്കൽ കൂടി നന്ദി.